എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 4th യൂണിറ്റിലേക്ക് പോവാണ്, ഐഡന്റിറ്റീസ്. ഇത് കുറെ ഫണ്ടമെന്റൽ ആയിട്ട് ഹയർ മാത്തമാറ്റിക്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കാം. ഒരു റെക്ടാങ്കിൾ റഫായിട്ട് വരച്ചാൽ മതി. ലെങ്ത് എത്രയാണ്? 7 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് എത്രയാണ്? 2 സെന്റിമീറ്ററും അല്ലേ? അപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ സിഗ്നൽ എന്താ ഫോർമുല? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞപ്പോൾ എത്ര വരും? 7 × 2 = 14 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഈ പറഞ്ഞിരിക്കുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 7 × 2 14. അതായത് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിനിപ്പോൾ അവിടെ സെന്റിമീറ്റർ ആയിരിക്കില്ല, അതതിന്റെ അളവിൽ നമുക്ക് എത്ര മെഷർ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു പ്ലോട്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 14 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഈ റെക്ടാങ്കിളില് ഇതിന്റെ ലെങ്ത് ഞാൻ കുറച്ച് കൂട്ടുകയാണ്. ലെങ്ത് കുറച്ച് കൂട്ടുന്നു. കൂട്ടാന്ന് പറഞ്ഞാൽ ഒരു 3 സെന്റിമീറ്റർ ഞാൻ കുറച്ച് കൂട്ടുക. 3 സെന്റിമീറ്റർ കൂട്ടി. ഓക്കെ, അപ്പൊ ലെങ്ത് ഞാൻ ഒരു 3 സെന്റിമീറ്റർ കൂട്ടി. വിഡ്ത്തിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോ നമ്മുടെ ന്യൂ ലെങ്ത് എത്രയായിരിക്കും? ന്യൂ ലെങ്ത് എത്ര വരിക? 7 + 3 അല്ലേ? 7 + 3 = 10 ആണ്. അപ്പോ ന്യൂ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ന്യൂ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇങ്ങനെ വരിക 10 × 2 = 20 സെന്റിമീറ്റർ സ്ക്വയർ. നേരത്തെ എത്രയായിരുന്നു? 14 ആയിരുന്നു. ഇപ്പോ ലെങ്ത് നമുക്ക് ഒരു 3 സെന്റിമീറ്റർ കൂട്ടി. അപ്പോ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് 7 + 3 10 സെന്റിമീറ്റർ. ന്യൂ ഏരിയ എന്ന് പറയുന്നത് എത്ര വരിക? 10 × 2 20 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ലെങ്ത് നമ്മുടെ ഈ 7 ആയിരുന്നു, ഇവിടെ 3 സെന്റിമീറ്റർ കൂട്ടി അല്ലേ? ഇനി ഞാൻ ഈ ലെങ്ത്തിനെ, നേരത്തെ ഇത് ലെങ്ത്തിനെ 7 + 3 അല്ല 10 വന്നത്. ഞാൻ അങ്ങനെ എഴുതല്ലേ, 10 അല്ലാണ്ട് 7 3 എന്ന് മാറ്റി എഴുതാണ്. 7 + 3 എന്ന് മാറ്റി എഴുതാം. അപ്പോ നമ്മുടെ ഏരിയ എന്ന് പറയണത് എങ്ങനെ വരിക? ലെങ്ത് ഇൻ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് 7 + 3 എന്ന്. ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങോട്ട് ബ്രാക്കറ്റ് ഇടണം. 7 + 3 എന്ന് പറയുന്നത് നമ്മൾ ലെങ്ത് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിനെ ഒരുമിച്ച് പറയാനാണ്. അതുകൊണ്ട് 7 + 3 എന്നുള്ളതിനെ നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം. അങ്ങനെ ഒരു കാര്യത്തിനെ ഒരുമിച്ച് പറയുമ്പോൾ അതിനെ ബ്രാക്കറ്റിലാക്കി ഇടണം. അപ്പൊ 7 + 3 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. 7 + 3 × 2. അപ്പൊ ഈ 7 + 3 ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്രാക്കറ്റിൽ ഇട്ടത്. ഞാൻ അങ്ങനെ വരുന്നതിനൊക്കെ ബ്രാക്കറ്റിൽ ഇടണം. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ അത് തെറ്റിപ്പോവും. അപ്പൊ 7 + 3 നമ്മൾ ഒരുമിച്ചാക്കി × 2 എന്ന് എഴുതി. നോക്കൂ, ഇവ 7 + 3 × 2 എന്നുള്ളതിനെ നിങ്ങൾക്കൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനെ 2 × 7 + 3 എന്നും എഴുതിയോണ്ട് കുഴപ്പമില്ല. 2 × 7 + 3 എന്ന് എഴുതാം. ഇനി സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ പറഞ്ഞ കേസുകളിൽ ചിലപ്പോൾ ഇൻറ്റു എഴുതില്ല. എങ്ങനെ എഴുതും? 2 ഇങ്ങനെ എഴുതും. അപ്പൊ ഇങ്ങനെ എഴുതിയാലും അത് 2 × 7 + 3 ആണെന്ന് നിങ്ങൾ ഇനി മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലിയർ? അപ്പൊ ഇത്ര കാര്യങ്ങൾ. അപ്പൊ 7 + 3 × 2 എന്ന് പറയുന്നതും 2 × 7 + 3 എന്ന് പറയുന്നതും അതുപോലെ ലാസ്റ്റ് എഴുതിയിട്ടുള്ളതും ഒരേപോലെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പോൾ ഏരിയ 2 × 7 + 3. നോക്കൂ, 2 × 7. അപ്പൊ 7 + 3 എന്ന് പറയുന്നത് ഒരുമിച്ച് ഒറ്റ ടൈമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഇട്ടത്. മാത്തമാറ്റിക്സിലെ നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 എന്ന് നിൽക്കുന്നത് ബ്രാക്കറ്റിന് പുറത്തുള്ള ഒരു സംഖ്യയാണ്. ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് എഴുതുക. 2 × 7 + 3 എന്ന് പറഞ്ഞാൽ 2 × 7 +
2 into 3 എന്നാണ് പറയാം. അപ്പൊ 2 into 7 plus 3 എന്ന് പറഞ്ഞാൽ 2 into 7 plus 2 into 3. അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താ പറയാ? ഡിസ്ട്രിബ്യൂട്ടീവ് എന്നാണ് നമ്മൾ പറയാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി 2 into 7 plus 3. അപ്പൊ ശരിക്കും നമ്മൾ നേരത്തെ ഈ 7 plus 3 10 എഴുതി ഒരുമിച്ച് ഇപ്പൊ നമ്മൾ വേറെ രീതിയിൽ പഠിച്ചു തരികയാണ്. 2 into 7 plus 3. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 7 plus 3 ബ്രാക്കറ്റിനുള്ളിൽ നിർത്തണമെന്ന് മനസ്സിലായില്ലേ? 2 എന്ന് പറയുന്ന സംഖ്യയെ ഈ 7 plus 3 എന്ന് പറയുന്ന ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 2 അതായത് 2 ഈ 7 plus 3ക്ക് കോമൺ ആണെന്ന് അർത്ഥം. 2 into 7 plus 2 into 3. ഇപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 2 into 7 എത്രയാണ്? 14 പ്ലസ് 2 into 3 എത്രയാണ്? 6. അപ്പൊ എത്രയാണ് കിട്ടിയത്? 20 സെന്റിമീറ്റർ സ്ക്വയർ. 20 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ 10 എന്ന് എടുത്തപ്പോൾ കിട്ടിയത്? 10 എന്ന് എടുത്തപ്പോൾ കിട്ടിയത് അത് തന്നെയല്ലേ? അങ്ങനെയല്ല കിട്ടിയത്. അപ്പോ ഇവിടെ നമ്മൾ നോക്കൂ, നിങ്ങൾ നോക്കി നോക്കൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 plus 3 10 into 2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 20 കിട്ടി. അതിന് നമ്മൾ വേറെ രീതിയിൽ എഴുതിയതാണ്. എങ്ങനെ എഴുതിയത്? 2 into 7 plus 3 എന്ന് പറയുന്നതിന് 2 into 7 plus 2 into 3 എന്ന് പറയുന്നതും തുല്യമാണ്. അതായത് 2 into 7 plus എന്ന് പറഞ്ഞാൽ 7 plus 3 10. അപ്പൊ 10 into 2 into 10 equal to 2 into 7 14 plus 2 into 3 6. കണ്ടോ? രണ്ട് സൈഡിലും 2 into 10 എന്ന് പറഞ്ഞാൽ 20 ആണ്. 14 plus 6 എന്ന് പറഞ്ഞാലും 20 ആണ്. ക്ലിയർ? അപ്പോ 2 into 7 plus 3 എന്ന് പറയുന്നതിനെ 2 into 7 plus 2 into 3 എന്ന് പറയുന്നത് തുല്യമാണ്. മനസ്സിലായോ? അപ്പോ അതാണ് നമ്മളോട് കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് രീതിയിൽ ചെയ്താലും ശരിയാണ് എന്നാണ് നമുക്ക് ഇതിന് മനസ്സിലായത്. ക്ലിയർ? ആശയമാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ 2 into 7 plus 3 2 into 7 plus 2 into 3 ദാറ്റ് ഈസ് 20 കിട്ടും. അത് എന്തിനു തുല്യമാണ്? 2 into 10 എന്ന് പറയുന്നതിനും തുല്യമാണ്. ആ ആശയമാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എഴുതാനെ. ഇപ്പൊ 2 into 7 plus 3 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 7 plus 2 into 3 എന്ന് പറയുന്നത് തുല്യമാണ്. അതായത് ഇങ്ങനെ ചെയ്യുന്നതും സെയിം ആണ് എന്നാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. ഇനി ഇതിന് മേലെ എഴുതിയാൽ തന്നെ വേറെ ഇതിൽ എഴുതാട്ടാ. ഇനി അത് മറക്കരുത്. 7 plus 3 എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയാലും into 2 എന്നാണ് വായിക്കേണ്ടത്. അപ്പൊ 7 plus 3 into 2 എന്ന് പറഞ്ഞാൽ 7 into 2 plus 3 into 2 തുല്യമായിരിക്കും. നിങ്ങൾ നോക്കിയോളൂ. 7 plus 3 10 10 into 2 20. 7 into 2 14 3 into 2 6. അപ്പൊ 14 plus 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആയില്ലേ? ക്ലിയർ? ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതിയാലും നമുക്ക് ആൻസർ സെയിം ആയിട്ട് വരുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോം അതിനാണ് നമ്മൾ ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. അതിന് ഐഡന്റിറ്റീസ് എന്ന് പറയാം. ഇതിനാണ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൽജിബ്ര ഉപയോഗിച്ചാൽ പറയേണ്ടത്. ഇനി നമ്മൾ ഈ 7നും 3ക്കൊക്കെ പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ നമ്പറുകൾ എടുക്കാന്ന് വിചാരിക്കാം. നമുക്കറിയില്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ. ഫോർ എനി നമ്പർ നമ്മൾ പറയാണ്. ഫോർ എനി നമ്പർ a, 4 എനി നമ്പർ ആൽജിബ്രയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാമല്ലോ. ഇപ്പൊ a, b, c ഇനി എടുത്തു വിചാരിക്കാം. ഫോർ എനി നമ്പർ a, b, c. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? a into b plus c എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? a into b plus a into cക്ക് തുല്യമായിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഐഡന്റിറ്റി. അപ്പൊ ഐഡന്റിറ്റി 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കണം. ഐഡന്റിറ്റി 1 ഒന്നാമത്തെ ഐഡന്റിറ്റി ആണിത്. ബോക്സിൽ ഇട്ട് വയ്ക്കുക. a into b plus c എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? a into b plus a into cക്ക് തുല്യമായിരിക്കും. അപ്പൊ ഫോർ എനി നമ്പർ a, b, c ഏത് തരത്തിലുള്ള നമ്പർ ആയാലും ഇത് ശരിയാണിത്. ക്ലിയർ? അപ്പൊ a into b plus c എന്ന് പറയുന്നത് a into b plus a into cക്ക് തുല്യമായിരിക്കും. അപ്പൊ a into b plus c കണ്ടുപിടിക്കുകയും a into b plus a into c കണ്ടുപിടിച്ചാലും നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഐഡന്റിറ്റി കൂടെ തരുന്നത്. അപ്പൊ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലെഫ്റ്റ് ഏത് വാല്യൂസ് കൊടുത്താലും ഇത് ശരിയായിരിക്കും. എക്കും ബിക്കും സിക്കും ഏത് വിലകൾ കൊടുത്താലും അത് ശരിയാവണം. ഏത് വിലകൾ കൊടുത്താലും ശരിയാവണം. അത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഏത് വിലകൾ കൊടുക്കാം നോക്കാം നമുക്കത്. ഇപ്പൊ ഞാൻ പറയാണ് എക്ക് 5 കൊടുത്തു, ബിക്ക് 3 കൊടുത്തു, സിക്ക് 4 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അത് ശരിയാവാൻ നോക്കാം. ഏത് വിലകൾ കൊടുക്കാം നമുക്ക്? അപ്പൊ 5 അല്ലേ? അപ്പൊ 5 into 3 plus 4 സമം എങ്ങനെ ഏതാണ് പറഞ്ഞത്? 5 into 3 plus 5 into
4 നോക്കാം. 5 ഇൻറ്റു 3 പ്ലസ് 4 എത്രയാണ്? 7. 3 പ്ലസ് 4 7 സമം 5 ഇൻറ്റു 3 15 പ്ലസ് 5 ഇൻറ്റു 4 20. നോക്കിക്കോളൂ, 5 ഇൻറ്റു 7 എത്രയാണ്? 35 സമം 15 പ്ലസ് 20. ഇപ്പൊ എത്രയാണ് വന്നത്? 35. കണ്ടോ, സെയിം ആയില്ലേ? അപ്പോൾ ഇതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇഫ് യു ഗീവ് എനി വാല്യൂ ഫോർ A, B, C, it will be true. It will be true. അതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ കോൺസെപ്റ്റാണ് മനസ്സിലായത്. എന്താണ് ഐഡന്റിറ്റി? ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് ഒരു ആൽജിബ്ര എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വേരിയബിൾസിന് ഏത് വിലകൾ കൊടുത്താലും എന്താണ് ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിറ്റീസ് എന്ന് വിളിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഐഡന്റിറ്റിയാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? A ഇൻറ്റു ബി പ്ലസ് A ഇൻറ്റു സി എന്ന് പറയുന്നത്. A ഇൻറ്റു ബി പ്ലസ് സി സിഗൽ ടു A ഇൻറ്റു ബി പ്ലസ് A ഇൻറ്റു സി. ഇതങ്ങനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് പ്രോബ്ലത്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് A ഇൻറ്റു ബി പ്ലസ് കണ്ട ഉടൻ തന്നെ A ഇൻറ്റു ബി പ്ലസ് A ഇൻറ്റു സി അങ്ങനെ ചെയ്താനുള്ള ഒരു ഐഡിയയിലേക്ക് നമ്മൾ എത്തണം. അതുപോലെ A ഇൻറ്റു ബി പ്ലസ് A ഇൻറ്റു സി എന്ന് കണ്ടാലും A ഇൻറ്റു ബി പ്ലസ് സി ആക്കാനും നമുക്ക് മനസ്സിലാക്കണം. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാവണമെന്ന്. അതായത് A ഇൻറ്റു ബി പ്ലസ് സി പറഞ്ഞാൽ A ഇൻറ്റു ബി പ്ലസ് A ഇൻറ്റു സി എന്ന് എഴുതാനും, അതുപോലെ A ഇൻറ്റു ബി പ്ലസ് A ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ A ഇൻറ്റു, കാരണം എന്താ A കോമൺ ആണ്. എന്താണ്? A കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലേ? അപ്പൊ ആ കോമൺ ഉള്ളതിനെ നമുക്ക് ടേക്കൺ ഔട്ട് സൈഡ് മാറ്റി നിർത്തി A ഇൻറ്റു ബി പ്ലസ്. അപ്പൊ അത് ഇങ്ങോട്ടും അങ്ങോട്ടും കറക്റ്റ് ആണെന്ന് അർത്ഥം. അപ്പൊ A ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് A ഇൻറ്റു ബി പ്ലസ് A ഇൻറ്റു സി. ഇനി ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എനെ പുറത്ത് എടുത്തിട്ട് ബി പ്ലസ് സി ആക്കി എഴുതാനും നമുക്ക് അറിയണം. ഇതാണ് ഐഡന്റിറ്റിയുടെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നോട്ട്സ് കറക്റ്റ് ആയിട്ട് എല്ലാവരും എഴുതിയെടുക്കുക.